2026 അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾ അതിന്റെ ഉച്ചകോടിയിൽ നിൽക്കുമ്പോഴാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ വൻ സാമ്പത്തിക അട്ടിമറി പുറത്തുവരുന്നത്. ഇറാന്റെ ഊർജ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ നടത്താനിരുന്ന വൻ വ്യോമാക്രമണം താൽക്കാലികമായി മാറ്റിവെക്കുന്നു എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തുവരുന്നതിന് തൊട്ടു മുമ്പുള്ള മിനിറ്റുകളിൽ ആഗോള ഓയിൽ മാർക്കറ്റിംഗ് വൻ അട്ടിമറി നടന്നു. പ്രഖ്യാപനം മുൻകൂട്ടി അറിഞ്ഞ മട്ടിൽ മിനിറ്റുകൾക്കകം $800 മില്യൺ മൂല്യമുള്ള ക്രൂഡ് ഓയിൽ കരാറുകളാണ് ചില വൻകിട കമ്പനികൾ വിറ്റഴിച്ചത്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഉള്ളറകളിൽ നിന്നുമുള്ള അതീവ രഹസ്യമായ വിവര ചോർച്ചയാണ് ഈ കൊള്ള ലാഭത്തിന് പിന്നിലെന്ന സംശയത്തിൽ അമേരിക്കൻ റെഗുലേറ്ററായ കമോഡിറ്റി ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് കമ്മീഷൻ ഇപ്പോൾ വിപുലമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. 2026 തുടക്കം മുതൽ അമേരിക്ക ഇറാനുമേൽ കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തിയിരുന്നത്. ഇന്ത്യൻ സമുദ്രത്തിൽ വെച്ച് ഇറാൻ എണ്ണ കപ്പൽ അമേരിക്കൻ സേന പിടിച്ചതും ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഇറാന്റെ ഭീഷണിയും എണ്ണവില കുതിച്ചുയരാൻ കാരണമായി തീർന്നു. ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ തകർക്കാൻ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന വ്യോമാക്രമണ പദ്ധതിയുമായി പെന്റഗണും വൈറ്റ് ഹൗസും മുന്നോട്ടു പോകുന്നതിനിടയിലാണ് മാർച്ച് 23 സംഭവം നടക്കുന്നത്. ആക്രമണമുണ്ടായാൽ എണ്ണവില ബാരലിന് $150 കടക്കുമെന്ന ഭീഷണിയിലായിരുന്നു ലോകം. എന്നാൽ മാർച്ച് 23 എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ മാറ്റിവെക്കുകയാണ് എന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ വഴി പ്രഖ്യാപിച്ചു. ഇതോടെ എണ്ണവില ഒറ്റയടിക്ക് 13% കുത്തനെ അങ്ങ് ഇടിഞ്ഞു. എന്നാൽ ട്രംപ് പോസ്റ്റ് ഇടുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ വിപണിയിൽ ചില വൻകിട സ്രാവുകൾ കളി തുടങ്ങിയിരുന്നു. സാധാരണ വ്യാപാരം കുറഞ്ഞ ഓഫീസ് സമയങ്ങളിലാണ് ഈ അത്ഭുതം നടന്നത്. ഒരു മിനിറ്റിൽ ഏതാനും 100 കരാറുകൾ മാത്രം നടക്കേണ്ട സ്ഥാനത്ത് പെട്ടെന്ന് ആയിരക്കണക്കിന് കരാറുകൾ വിറ്റഴിക്കപ്പെടാൻ തുടങ്ങി.